ഇതൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും എന്നോട് ചോദിച്ചു പാലം വന്നുകൊണ്ട് സുഖമല്ലേ, കടത്ത് കയറണ്ടല്ലോ. ശരിയാണ്, പാലം വന്നുകൊണ്ട് സുഖമാണ്. പക്ഷേ പാലത്തിൻ്റെ അടുത്തോട്ട് എത്തണമെങ്കിൽ വീട്ടിൽ നിന്ന് 2 കിലോമീറ്ററോളം ദൂരം ഞാൻ പോകണം. ഇത് കണ്ടോ, രാവിലത്തെ അവസ്ഥ 7 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീടിൻ്റെ ബൗണ്ടറിക്ക് വെളിയിലാണ് വെള്ളം. ഇത് ഞാനിവിടെ നീന്തുക, നമ്മുടെ പഴയ വഴി. ഈ വഴി ഞാൻ പോകുമ്പം എൻ്റെ തുട വരെ വെള്ളം ഉണ്ടായിരുന്നു രാവിലെ പോകുമ്പോൾ. ഇത് ഞാൻ നീന്തി ഇച്ചിരി പാടുപെട്ട് കുറച്ച് സമയം, കാരണം നമ്മൾ തെന്നുകയൊക്കെ ചെയ്യും. തെന്നി ഒരു പരുവത്തിന് നീന്തി ഞാൻ അക്കരെ കയറിയിട്ട് ഒരു പാലം ഉണ്ടല്ലോ, പലവപ്പാലം കടന്ന് അക്കരെ ഇറങ്ങിയിട്ട് കോൺക്രീറ്റ് റോഡിൽ കൂടെ ഞാൻ ഇന്ന് സൈക്കിളിലാണ് പോയത്. കാരണം വണ്ടി ഇന്നലെ തന്നെ ഞാൻ നമ്മുടെ വലിയ പാലത്തിൻ്റെ അടിയിൽ സേഫായിട്ട് വെച്ചു. കാരണം നമുക്ക് യാത്ര പോകണമെങ്കിൽ വണ്ടി വേണം. അപ്പോൾ അവിടെ ആകുമ്പോൾ കുഴപ്പമില്ല. കണ്ടോ വെള്ളം, കണ്ടോ അത്രയും വെള്ളം ഉണ്ട്, കണ്ടോ അത്രയും വെള്ളം. നീന്തി വന്ന് നമ്മുടെ കടവാണ്. കടവിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കും. ഇത് കൊച്ചു തോടാം, കണ്ടോ. ഞാൻ ചെന്ന് പലവപ്പാലത്തെ കയറി അക്കരെ നമ്മുടെ കോൺക്രീറ്റ് റോഡാണ്. പക്ഷെ അത് മൊത്തം മുങ്ങി. ഇതിപ്പോൾ രാവിലത്തെ അവസ്ഥയാണിതേ. രാവിലെ ഞാൻ പോകുമ്പോൾ ഇതാണ് സിറ്റുവേഷൻ, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ 7:30 ഞാൻ വന്ന് കയറിയപ്പോൾ ഇതൊന്നും കാണാൻ വയ്യ. ഇതെല്ലാം മുങ്ങി, ഈ വഴിയൊക്കെ മുങ്ങി. പാലത്തിൻ്റെ ഇറക്കം മാത്രമേ ഉള്ളൂ, ബാക്കി മൊത്തത്തിൽ മുങ്ങി ആണ്. നോക്ക്, ഇന്നും കൂടെ പൊഴി ഓടിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ നാട് മുഴുവൻ വെള്ളത്തിലാവും. പലവപ്പാലം കയറി അക്കരെ ഇറണ്ട. ഇവിടെയൊക്കെ ഇപ്പം വെള്ളം കുറവാണ്, രാവിലത്തെ സിറ്റുവേഷനാണ്. വൈകിട്ട് ഞാൻ വരുമ്പോൾ ഇവിടുന്ന് അന്യായ ഒഴുക്ക്. ഈ പാടം മടയും വീണത്. ഇപ്പം അങ്ങോട്ട് കയറിപ്പോയ ആ ആൾ കയറിപ്പോയില്ലേ അവിടെ, ഇതുണ്ടോ ഇവിടെ എല്ലാം മുങ്ങി. ഞാൻ സൈക്കിൾ ചവിട്ടുന്ന കൂട്ടത്തിലെടുത്ത വീഡിയോ ആണ്. അപ്പം കുറച്ച് പേരും എന്നോട് ഭയങ്കര സംശയം ചോദിച്ചു, പാലം ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. പാലം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു, അത് പറയാതെ വയ്യ. കാര്യം പാലം ഉള്ളത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ കടത്തും കിട്ടാതെ ഞാൻ എന്ത് ചെയ്തേന്. രാവിലെ ഞാൻ ഇതിലേ കൂടെ ഒക്കെ പോകുമ്പോൾ ഇവിടെയൊക്കെ നല്ല സുരക്ഷിതമായിട്ടാണ് കിടക്കുന്നത്. വൈകിട്ട് വരുമ്പോഴത്തേക്കിനും 3 മരം ഇവിടെ വീണ് കിടപ്പുണ്ട്. ഒരു ആഞ്ഞിലി, ഒരു പുളിമരം, ഒരു ശീമപ്ലാവില്ലേ, കടപ്ലാവ് എന്തോ പറയുന്നത്, ആ സംഭവം അതെല്ലാം അവിടെ വീണ് കിടപ്പുണ്ട്. എൻ്റെ ഇവിടെ രാത്രി ഞാനിപ്പോൾ വന്നപ്പോൾ കണ്ടതാണ്. ഇച്ചിരി പാടുപെട്ട് നടന്നു വരാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം രാവിലെ കണ്ടപ്പം ഇതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ ഈ 2 കിലോമീറ്റർ ദൂരം സൈക്കിൾ ചവിട്ടി പോയി. അമ്പലത്തിൻ്റെ ഒരു ഓഫീസ് മുറിയൊക്കെ തകർന്ന് വീണിട്ടുണ്ട്. പകൽ ഞാനിത് ഗ്രൂപ്പിൽ വീഡിയോ കണ്ടതാണ്. ഇതിപ്പോൾ ഞാൻ രാവിലെ എടുത്തപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയാണ്. അമ്പലമെല്ലാം മുങ്ങി ഏകദേശം, എന്താണ്ടോ. അപ്പം ആൾക്കാരുടെ സംശയമാണ്. ഞാനിപ്പോൾ എന്നോട് ചോദിച്ചവരുടെ സംശയത്തിന് മറുപടി പറയുകയാണ്. വീട്ടിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഞാൻ. ഇപ്പോൾ ഇത്രയും നാളിനോടകം പ്രളയത്തിന് ശേഷം, പ്രളയമാണ് ആദ്യത്തെ വെള്ളപ്പൊക്കം, അതിന് ശേഷം ഇപ്പം നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പ്രളയത്തിനോട് അടുത്തൊരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട്. കാരണം ഇപ്പം വീടിൻ്റെ സ്റ്റെപ്പിലോട്ട് ഇങ്ങനെ കയറാനായിട്ട് വെമ്പി നിൽക്കുകയാണ്. എല്ലാ വീട്ടുകാരുടെ അവസ്ഥ ഏതാണ്, മിക്ക വീടിനകത്തും കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പാടം മട വീണില്ലെങ്കിൽ ഏകദേശം തോട്ടിലെ വെള്ളത്തിനോട് അടുത്തായി. രാത്രി നല്ല രീതിയിൽ തോട്ടപ്പള്ളി പൊഴിയിലൂടെ വെള്ളം കടലിലേക്ക് പിടിച്ചാൽ ഞങ്ങളെല്ലാവരും രക്ഷപ്പെടും. ഞങ്ങളുടെ കടവും ഒക്കെ എല്ലാം ആകെ നാശമായി കിടക്കുകയാണ്. ഞങ്ങളുടെ വള്ളം കിട്ടുന്ന സ്ഥലം, അവിടെയുള്ള സംഭവങ്ങളെല്ലാം ഏകദേശം നല്ല രീതിയിൽ പൊട്ടിപ്പോയി. അപ്പോൾ ആ വീഡിയോ എല്ലാം ഞാനെടുത്ത് സ്റ്റാറ്റസ് ഇട്ട് കണ്ടപ്പം എല്ലാവർക്കും ഭയങ്കരമായിട്ടും സംശയം. ആ സംശയം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും എടുത്തൊരു വീഡിയോയാണ്. ഏകദേശം മനസ്സിലായി കാണില്ല, കണ്ടോ സൈക്കിളിൽ പോകുന്ന വഴിയാണ്. ഇതൊക്കെ വൈകിട്ട് മുങ്ങി, ഞാൻ വരുമ്പോൾ മുങ്ങി ഞങ്ങളുടെ കടത്തുകടവ് വരെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ടാണ് വീഡിയോ എടുത്തത്, മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളുടെ കടത്ത് വെള്ളം. അപ്പോൾ ശരി, ഇനി 2 ദിവസം ലീവാണ്.